വാട്ടർ ബഡ്ജറ്റ് തയ്യാറാക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏത്? കേരളം, തമിഴ്നാട്, കർണാടക, ഹരിയാന. ഉത്തരം കേരളം. ജലക്ഷാമത്തിന് പരിഹാരം എന്ന നിലയിൽ മാത്രമല്ല, ജലസ്രോതസ്സുകളുടെ ഫലപ്രദമായ പരിപാലനത്തിനും വേനൽക്കാലത്ത് ജലക്ഷാമം ഇല്ലാതാക്കുന്നതിനും തുല്യമായ ജലവിതരണം ഉറപ്പാക്കുന്നതിനുമായി 2023 ഏപ്രിൽ 17 ജല ബഡ്ജറ്റ് അംഗീകരിച്ച ആദ്യ സംസ്ഥാനമായി കേരളം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വാഹന രജിസ്ട്രേഷൻ നമ്പറുകളുള്ള ജില്ല ഏത്? തൃശ്ശൂർ, എറണാകുളം, കൊല്ലം, കോട്ടയം. ഉത്തരം എറണാകുളം. 10 ലക്ഷത്തിൽ കൂടുതൽ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്ത എറണാകുളം RD ഓഫീസാണ് കേരളത്തിൽ ഒന്നാമത്. കാൽപാദത്തിൽ മുട്ട വെച്ച് അടനിൽക്കുന്ന പക്ഷി ഏത്? ഒട്ടകപ്പക്ഷി, എമു, അരയന്നം, പെൻഗ്വിൻ. ഉത്തരം പെൻഗ്വിൻ. ചക്രവർത്തി പെൻഗ്വിൻ കാലിൽ മുട്ട വിരിക്കുന്ന ഒരേയൊരു പെൻഗ്വിനാണ്. ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത് പുരുഷനാണ്. പുരുഷ ചക്രവർത്തിമാർ ഒരു പ്രത്യേക ബ്രൂഡ് സഞ്ചിയുണ്ട്. അവരുടെ പാദങ്ങൾക്ക് സമീപം ചൂടുള്ള ചർമ്മത്തിൻ്റെ ഒരു ഫ്ലാപ്പ്. അതിൽ അവർ മുട്ട വിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും മനോഹരമായ മത്സ്യം ഏത്? കോമാളി മത്സ്യം, മന്ദാരിൻ മത്സ്യം, ഏഞ്ചൽ ഫിഷ്, ലയൺ ഫിഷ്. ഉത്തരം മന്ദാരിൻ മത്സ്യം. മന്ദാരിൻ മത്സ്യം വെളുത്ത വരകളുള്ള തിളക്കമുള്ള ഓറഞ്ച് ശരീരത്തോടു കൂടിയ മത്സ്യമാണ്. ഇത് ഏറ്റവും മനോഹരമായ മത്സ്യമാണെന്ന് പറയപ്പെടുന്നു. ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള പക്ഷി? കഴുകൻ, പെൻഗ്വിൻ, ഒട്ടകപ്പക്ഷി, കാക്ക. ഉത്തരം ഒട്ടകപ്പക്ഷി. കാട്ടിൽ ഒട്ടകപ്പക്ഷികൾ 30 മുതൽ 40 വർഷം വരെ ജീവിക്കുന്നു. മനുഷ്യ പരിചരണത്തിൽ ചില ഒട്ടകപ്പക്ഷികൾ ഏകദേശം 70 വർഷം വരെ ജീവിക്കാൻ കഴിയുന്നുണ്ട്. ഓർക്കയുടെ ജന്മദേശം ഏത്? റഷ്യ, ചൈന, ഇന്ത്യ, പോളണ്ട്. ഉത്തരം പോളണ്ട്. വോഡ്കയുടെ ആദ്യ രൂപം 8-ാം നൂറ്റാണ്ടിൽ പോളണ്ടിൽ ഉണ്ടാക്കിയതായി ചിലർ വിശ്വസിക്കുന്നു. മറ്റുള്ളവർ പറയുന്നത് 9-ാം നൂറ്റാണ്ടിൽ റഷ്യയിലാണെന്ന്. എന്നാൽ 1405 പോളണ്ടിലാണ് വോഡ്ക കണ്ടുപിടിച്ചതെന്ന് എഴുതപ്പെട്ട രേഖ. വോഡ്ക എന്ന പോളിഷ് വാക്കിൻ്റെ അർത്ഥം ആൽക്കഹോൾ എന്നാണ്. ദേവകനി എന്നറിയപ്പെടുന്ന ഫലം ഏത്? ആപ്പിൾ, നാരങ്ങ, മാങ്ങ, അനാർ. ഉത്തരം നാരങ്ങ. നാരങ്ങയെ ദേവകനി എന്നാണ് വിളിക്കുന്നത്. നെഗറ്റീവ് ഊർജം പുറന്തള്ളാനും പോസിറ്റീവ് ഊർജം നൽകാനും നാരങ്ങയ്ക്ക് കഴിയുമെന്ന് ജ്യോതിഷം പറയുന്നു. മഞ്ഞളും നാരങ്ങാനീരും പ്രത്യേക അനുപാതത്തിൽ എടുത്തുണ്ടാക്കുന്ന വസ്തു ഏത്? ഭസ്മം, ഫൗണ്ടേഷൻ, മെഹന്തി, കുങ്കുമം. ഉത്തരം കുങ്കുമം. മഞ്ഞളും നാരങ്ങാനീരും പ്രത്യേക അനുപാതത്തിൽ എടുത്തുണ്ടാക്കുന്ന തിലകം ചാർത്താൻ ഉപയോഗിക്കുന്ന വസ്തുവാണ് കുങ്കുമം. ഇത്തരത്തിലുണ്ടാക്കിയ കുങ്കുമം നെറ്റിയിൽ തൊടുന്നത് തലവേദന മാറാൻ ഉപകരിക്കും. പഴമക്കാരുടെ വിശ്വാസപ്രകാരം കുങ്കുമം തൊടുന്നത് ആരോഗ്യത്തിനും പോസിറ്റീവ് എനർജിക്കും നല്ലതാണ്. ടെറസിൽ നടാൻ പാടില്ലാത്ത സസ്യമേത്? മഞ്ഞൾ, മുല്ല, കറിവേപ്പ്, തുളസി. ഉത്തരം തുളസി. വീട്ടുമുറ്റത്ത് സ്ഥലമില്ലാത്തവർക്ക് തുളസിച്ചെടി ബാൽക്കണിയിലോ പ്രവേശന കവാടത്തിൻ്റെ വശത്തോ വയ്ക്കാം. ടെറസിൽ വെച്ചാൽ അത് സാമ്പത്തിക നഷ്ടത്തിൽ കലാശിക്കുമെന്ന് വാസ്തു പറയുന്നു. UV ലൈറ്റിൽ നീലപ്പച്ചയായി കാണപ്പെടുന്ന ജീവി? വവ്വാൽ, പാമ്പ്, പ്ലാറ്റിപ്പസ്, നീരാളി. ഉത്തരം പ്ലാറ്റിപ്പസ്. പ്ലാറ്റിപ്പസുകളുടെ ഇടതൂർന്നതും വെള്ളം കയറാത്തതുമായ രോമങ്ങൾ അൾട്രാവയലറ്റ് രശ്മികളെ ആഗിരണം ചെയ്യുകയും നീലപ്പച്ച പ്രകാശം പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു.
എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.